വെൽക്കം ടു ഓൾ. ഓർഗനൈസിംഗ് എന്ന 5-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ വീഡിയോ ആണിത്. നമ്മൾ 4 വീഡിയോകളിലായി എന്തൊക്കെ കാര്യങ്ങളാണ് ഓർഗനൈസിംഗ് എന്ന അധ്യായത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? Meaning and definition of organizing, steps and importance of organizing, organization structure, types of organization structure, functional organization and divisional organization. രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അതിൽ ഫോർമൽ ഓർഗനൈസേഷൻ്റെ മീനിങ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഫോർമൽ ഓർഗനൈസേഷനെ പറ്റിയാണ്. ശ്രദ്ധിക്കുക. ഇൻഫോർമൽ ഓർഗനൈസേഷൻ, അനൗപചാരികമായ സംഘടന. എന്താണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ? ഇൻഫോർമൽ ഓർഗനൈസേഷൻ റെഫേഴ്സ് ടു ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ഇൻ ദി ഓർഗനൈസേഷൻ ബേസ്ഡ് ഓൺ ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ്, ഇമോഷൻസ്, ലൈക്സ്, dislikes, etc. The network of personal and social relationship on the basis of friendship and interest is called informal organization. അനൗപചാരിക സംഘടന എന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, വൈകാരികത, അവരുടെ അതേപോലെ തന്നെ താല്പര്യങ്ങൾ, അവരുടെ മനോഭാവം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള സംഘടനയാണ് അനൗപചാരിക സംഘടന എന്ന് പറയുന്നത്. ഇവിടെ വ്യക്തികളുടെ ബന്ധം സൃഷ്ടിക്കപ്പെടുന്നത് ഏതൊക്കെ ഘടകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? താല്പര്യം, മനോഭാവം, വൈകാരികത, ഇഷ്ടാനിഷ്ടങ്ങൾ എന്നിവയാണ് പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അതായത് വ്യക്തികളുടെ ബന്ധം സൗഹൃദത്തിൻ്റെയും താല്പര്യത്തിൻ്റെയും അടിസ്ഥാനത്തിലായി മാറുമ്പോൾ അവിടെ ഇൻഫോർമൽ ഓർഗനൈസേഷൻ സംജാതമാകുന്നു. ഒരു സ്ഥാപനത്തിൽ തന്നെ ഫോർമൽ ഓർഗനൈസേഷൻ്റെ കൂടെ തന്നെ ആളുകൾ, അതിനകത്തെ ആളുകൾ സൗഹൃദത്തിൻ്റെയും താല്പര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു ബന്ധം സൃഷ്ടിക്കാം. ഈ ബന്ധം അനൗപചാരിക സംഘടന എന്ന പേരിൽ അറിയപ്പെടുന്നു. ശ്രദ്ധിക്കുക. Features of informal organization. Informal organization is not established by any formal authority. ഔപചാരികമായിട്ടുള്ള അധികാര കേന്ദ്രങ്ങളല്ല ഇൻഫോർമൽ ഓർഗനൈസേഷൻ സൃഷ്ടിക്കുന്നത്. ഇത് വ്യക്തികൾ തമ്മിൽ ഉള്ള ബന്ധം സ്വയമേവ സംജാതമാകുന്ന ഒന്നാണ്, സ്പോണ്ടേനിയസ് ആണ് എന്ന് പറയാവുന്നതാണ്. സെക്കൻഡ്ലി, ഇൻഫോർമൽ ഓർഗനൈസേഷൻ അറൈസസ് സ്പോണ്ടേനിയസ്ലി ആൻഡ് നോട്ട് ബൈ ഡെലിബറേറ്റ് എഫേർട്സ്. ഇത് സൃഷ്ടിക്കപ്പെടുന്നത് സ്വയമേവ ആണ്, അല്ലാതെ ബോധപൂർവം സൃഷ്ടിക്കുന്ന ഒന്നല്ല അനൗപചാരിക സംഘടന. ഇത് സംജാതമാകുന്നത് ആളുകൾ തമ്മിലുള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇഷ്ടാനിഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വയം ഉരുത്തിരിഞ്ഞു വരുന്ന ഒന്നാണ് അനൗപചാരിക സംഘടന.
Thirdly, it is influenced by personal attitudes, emotions, likes, dislikes, etc. of the people in the organization. ഇതിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ വ്യക്തിപരമായിട്ടുള്ള അടുപ്പം, വൈകാരികത, മനോഭാവം, ഇഷ്ടാനിഷ്ടങ്ങൾ എന്നിവയാണ്. ഇനി നാലാമത്തത് എന്താണെന്ന് പരിശോധിക്കാം. ഫോർത്ത് ഫീച്ചർ, ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഇത്തരം സംഘടന നിയമങ്ങളും ചട്ടങ്ങളും അതേപോലെ നടപടിക്രമങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഒന്നല്ല. അഞ്ചാമതായി, ഇറ്റ് കനോട്ട് ബി ഷോൺ ഇൻ എൻ ഓർഗനൈസേഷൻ ചാർട്ട്. ഒരു തരത്തിലുള്ള സംഘടനാപരമായിട്ടുള്ള ചാർട്ടിലും ഇതിനെ കാണില്ല. അഥവാ നമുക്കെന്ത് പറയാം, ഇറ്റ് ഈസ് നോട്ട് ചാർട്ടബിൾ. ഇത് ചാർട്ട് മുഖേന നമുക്ക് ഇതിനെ വരയ്ക്കാൻ വേണ്ടി കഴിയില്ല. ഇറ്റ്സ് ഷേപ്പ് ഈസ് നോട്ട് പിരമിഡ് ഷേപ്പ്. ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? ഒരു പിരമിഡ് ഷേപ്പാണ്. നമ്മളതിൻ്റെ ചാർട്ട് വരച്ചിട്ടുണ്ട്. എന്നാൽ ഈ സംഘടന ഇൻഫോർമൽ ഓർഗനൈസേഷൻ ചാർട്ടിലൂടെ പ്രതിഫലിപ്പിക്കാൻ സാധ്യമല്ല. ആറാമതായി, ഇറ്റ് ഡസ് നോട്ട് ഹാവ് ഫിക്സഡ് ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന് ഇവിടെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു രീതി ഇല്ല എന്ന് പറയാവുന്നതാണ്. എങ്ങനെയും ഫ്രണ്ട്ഷിപ്പിൻ്റെ അടിസ്ഥാനത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്? ഒരാൾ പറഞ്ഞതിന് ശേഷമേ മറ്റൊരാൾ പറയാവൂ, അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ട്, താഴെ നിന്ന് മുകളിലോട്ട്, ഇങ്ങനെയൊന്നുമില്ല. അവിടെ എങ്ങനെയും സംസാരിക്കാം. അതുകൊണ്ട് തന്നെ ഇത്തരം സംഘടനയിൽ ഫിക്സഡ് ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇല്ല. അതാണ് മറ്റൊരു പ്രത്യേകത. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഇത്തരം സംഘടനകൾക്കും ചില ഗുണങ്ങളുണ്ട് അഥവാ നേട്ടങ്ങളുണ്ട്. മെറിറ്റ്സ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഫസ്റ്റ്, ഇറ്റ് അസിസ്റ്റ് ദി ഫോർമൽ ഓർഗനൈസേഷൻ ടു ബിക്കം ഹ്യൂമനിസ്റ്റിക്. ഔപചാരിക സംഘടന മാനുഷിക രീതിയിൽ ആക്കി മാറ്റുവാൻ ഇൻഫോർമൽ ഓർഗനൈസേഷൻ സഹായിക്കുന്നു എന്നതാണ് ഒരു പ്രാധാന്യം. നമുക്കറിയാം, ഫോർമൽ ഓർഗനൈസേഷൻ ഇംപേഴ്സണലാണ്. അവിടെ മാനുഷിക ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നത് ഇൻഫോർമൽ ഓർഗനൈസേഷനാണ്. ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഇല്ലാത്ത ഒരു ഫോർമൽ ഓർഗനൈസേഷൻ വിരസമായിരിക്കും, ഹ്യൂമനിസ്റ്റിക് ആയിരിക്കില്ല. സെക്കൻഡ്ലി, ഇറ്റ് പ്രൊവൈഡ്സ് സോഷ്യൽ സാറ്റിസ്ഫാക്ഷൻ ടു ഗ്രൂപ്പ് മെമ്പേഴ്സ്. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് സാമൂഹ്യപരമായിട്ടുള്ള തൃപ്തി ഇൻഫോർമൽ ഓർഗനൈസേഷൻ പ്രദാനം ചെയ്യുന്നു. ഇവിടെ ആളുകൾ ബന്ധം സൃഷ്ടിക്കുന്നത് ഇഷ്ടാനിഷ്ടങ്ങൾ, താല്പര്യം എന്നിവയുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ആളുകളുടെ സാമൂഹ്യപരമായ തൃപ്തി ഇതിലൂടെ ലഭിക്കുന്നതായിരിക്കും. തേർഡ്ലി, ഇറ്റ് ഈസ് ദി ബെസ്റ്റ് മീൻസ് ഓഫ് എംപ്ലോയി കമ്മ്യൂണിക്കേഷൻ. ജീവനക്കാരുടെ ആശയവിനിമയത്തിൻ്റെ ഏറ്റവും നല്ല ഒരു മാർഗമാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിലൂടെ നടക്കുന്നത് എന്ന് പറയാവുന്നതാണ്. അവിടെ അധികാര ഉത്തരവാദിത്ത ബന്ധം നോക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കമ്മ്യൂണിക്കേഷന് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയാവുന്നതാണ്. നാലാമതായി, ഇറ്റ് ഹെൽപ്സ് ദി ഗ്രൂപ്പ് മെമ്പേഴ്സ് ടു അറ്റൈൻ സ്പെസിഫിക് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ സ്ഥാപനത്തിലെ അംഗങ്ങൾക്ക് നേടിയെടുക്കാൻ ഇതിലൂടെ സാധിക്കുന്നു. ഫോർമൽ ഓർഗനൈസേഷൻ എപ്പോഴും സംഘടനയുടെ ലക്ഷ്യങ്ങളാണ് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്നാൽ ഇവിടെ ഇൻഫോർമൽ ഓർഗനൈസേഷൻ
സ്ഥാപനത്തിനകത്ത് ജോലി ചെയ്യുന്നത് മനുഷ്യരാണെന്നും ആ മനുഷ്യർക്ക് വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നും അറിയാവുന്നതും ആ വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതുമായിരിക്കും. അഞ്ചാമതായി, ഇറ്റ് ലൈറ്റൻസ് ദി വർക്ക് ലോഡ് ഓഫ് ദി ഫോർമൽ മാനേജേഴ്സ്. ഔപചാരിക സംഘടനയിലെ മാനേജർമാരുടെ വർക്ക് ലോഡ് ഇത് ലളിതമാക്കുന്നു. പല കാര്യങ്ങളും ഇൻഫോർമൽ ഓർഗനൈസേഷനിലൂടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫോർമൽ മാനേജർമാർ ഒരുപാട് വർക്ക് ലോഡിൽ മുഴുകേണ്ടതായിട്ടില്ല. അതവരുടെ കഠിനാധ്വാനത്തെ ചുരുക്കുന്നു, വർക്ക് ലോഡ് ലളിതവൽക്കരിക്കുന്നു എന്ന് പറയാവുന്നതാണ്. നെക്സ്റ്റ്, ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അനൗപചാരികമായ സംഘടനയുടെ ദോഷങ്ങൾ അഥവാ ഡീമെറിറ്റ്സ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. The communication in informal organization lead to rumors. ഇതിലൂടെ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ ഗോസിപ്പിന്, റൂമേഴ്സിന് ഇടവരുത്തും. ആര് പറഞ്ഞു എന്ന് തന്നെ കണ്ടെത്താൻ വേണ്ടി കഴിയാത്ത രീതിയിൽ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ നടന്നു കഴിഞ്ഞിരിക്കും. തെറ്റായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കപ്പെട്ടേക്കാം എന്നുള്ള ന്യൂനത ഇത്തരം സംഘടനാ സംവിധാനത്തിൽ ഉണ്ട്. സെക്കൻഡ്, ഇൻഫോർമൽ ഓർഗനൈസേഷൻ മേ പുട്ട് റെസിസ്റ്റൻസ് ടു ചേഞ്ചസ് ആൻഡ് ഇന്നോവേഷൻസ്. മാറ്റത്തെയും കണ്ടുപിടുത്തങ്ങളെയും ഇത്തരം സംഘടന പ്രതിരോധിക്കുന്നു അഥവാ ഉൾക്കൊള്ളുന്നില്ല എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂനത. കമ്പ്യൂട്ടർ വൽക്കരിക്കാത്ത ഒരു സ്ഥാപനത്തിൽ എല്ലാ വിഭാഗത്തിലും കമ്പ്യൂട്ടർ വൽക്കരിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സംഘടനയിലെ ആശയവിനിമയം മുഖേന അതിനെ റെസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എന്ത് മാറ്റം കൊണ്ടുവരുമ്പോഴും മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രതിബന്ധം അവിടെ സൃഷ്ടിക്കുവാൻ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ശ്രമിക്കുന്നു എന്ന പരിമിതി ഇത്തരം സംഘടനകൾക്ക് ഉണ്ട്. തേർഡ്ലി, ഇൻഫോർമൽ ഓർഗനൈസേഷൻസ് ലീഡ് ടു കോൺഫ്ലിക്ട്സ് എമംഗ് എംപ്ലോയീസ്. ജീവനക്കാർക്കിടയിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കുവാൻ ഇത്തരം സംഘടനാ സംവിധാനം വഴി സാധ്യമാകുന്നു. അത് ന്യൂനതയാണ്. ഒരു സാധാരണയായിട്ട് ആശയപരമായിട്ടുള്ളൊരു സംഘടനം ഉണ്ടാവുക എന്നത് ഒരിക്കലും തന്നെ ഒരു നല്ല കാര്യമല്ല. ലൈക്സ് മാത്രം ഒരു പ്രത്യേക കാര്യത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം, ആ പ്രത്യേക കാര്യത്തെ ഇഷ്ടപ്പെടാത്തൊരു വിഭാഗം, അപ്പോഴേ സ്ഥാപനത്തിൽ രണ്ട് തരം ഇൻഫോർമൽ ഓർഗനൈസേഷൻ സംജാതമാകുന്നതും അവർക്കിടയിൽ കോൺഫ്ലിക്റ്റുകൾ ഉടലെടുക്കുന്നതുമാണ്. ഇതാണ് മറ്റൊരു പരിമിതി. ഇത്തരം കോൺഫ്ലിക്റ്റുകൾ ഉടലെടുത്തു കഴിഞ്ഞാൽ അത് സ്ഥാപനത്തിൻ്റെ നല്ല രീതിയിലുള്ള നടത്തിപ്പിനെ പ്രതികൂലമായി ബാധിക്കുന്നതായിരിക്കും. അത് ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പരിമിതിയാണ്. നെക്സ്റ്റ്, ഈ രണ്ട് തരം സ്ഥാപനങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് അടുത്ത പ്രധാനപ്പെട്ട ഭാഗം. ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഫസ്റ്റ്, ഇറ്റ് ഈസ് ഡെലിബറലി ക്രിയേറ്റഡ് ബൈ ടോപ്പ് മാനേജ്മെന്റ്. ഏതാണ്? ഔപചാരിക സംഘടന ടോപ്പ് മാനേജ്മെന്റ് ബോധപൂർവം സൃഷ്ടിക്കുന്ന ഒന്നാണ്. സ്ഥാപനത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഔപചാരിക സംഘടന മാനേജ്മെന്റ് ബോധപൂർവം സൃഷ്ടിക്കുന്ന ഒന്നാണ്. ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആണെങ്കിലോ ഇറ്റ് അറൈസസ് ഓട്ടോമാറ്റിക്കലി, സ്പോണ്ടേനിയസ്ലി. അത് നിലവിൽ വരുന്നത് സ്വയമാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം.
സെക്കൻഡ്ലി, ഫോർമൽ ഓർഗനൈസേഷൻ്റെ കാര്യത്തിൽ എന്താണ്? ഇറ്റ് ഹാസ് പ്രീ ഡിറ്റർമൈൻഡ് പർപ്പസ്. ഔപചാരിക സംഘടനയിൽ മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യങ്ങളായിരിക്കും. ബട്ട് ഇൻ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഇറ്റ് ഹാസ് നോ പ്രീ ഡിറ്റർമൈൻഡ് പർപ്പസ്. അനൗപചാരിക സംഘടനയിൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ലക്ഷ്യങ്ങൾ ഇല്ല. അതാണ് മറ്റൊരു പ്രത്യേകത. ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയിട്ടല്ല ആളുകൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബന്ധം സൃഷ്ടിക്കുന്നത്. ആ ബന്ധമാണല്ലോ അനൗപചാരികമായിട്ടുള്ള സംഘടന. അവിടെ ലക്ഷ്യങ്ങളില്ല, മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട ലക്ഷ്യങ്ങൾ ഇല്ല എന്ന് പറയാവുന്നതാണ്. തേർഡ്, ഫോർമൽ ഓർഗനൈസേഷൻ ഈസ് റിജിഡ്. വളരെ കർക്കശമായ സംഘടനാ രൂപമാണ് ഔപചാരിക സംഘടനയുടേത്. ബട്ട് ഇൻ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ. വളരെ അയവുള്ള ഒരു സംഘടനാ രൂപമാണ് അനൗപചാരിക സംഘടനയുടേത്. ഇവിടെ കാർക്കശ്യങ്ങളില്ല, ആർക്കും എങ്ങനെയും സംസാരിക്കാം. ബന്ധമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് വ്യക്തിപരമായിട്ടുള്ള ബന്ധം. നാലാമതായി, ഫോർമൽ ഓർഗനൈസേഷൻ ബേസ്ഡ് ഓൺ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ്. ഔപചാരിക സംഘടനയിൽ അധികാര ഉത്തരവാദിത്ത ബന്ധമാണ് അടിസ്ഥാനം. ബട്ട് ഇൻ ഇൻഫോർമൽ ഓർഗനൈസേഷൻ നോ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ്. ഇവിടെ ഒരിക്കലും തന്നെ അധികാര ഉത്തരവാദിത്ത ബന്ധം ഉണ്ടാകില്ല. അതാണ് മറ്റൊരു വ്യത്യാസം. നെക്സ്റ്റ്, അഞ്ചാമതായിട്ട്, ഫോർമൽ ഓർഗനൈസേഷൻ പിരമിഡ് ഷേപ്പ്ഡ് ആണ്. ഫോർമൽ ഓർഗനൈസേഷൻ ഈസ് പിരമിഡ് ഷേപ്പ്ഡ്. അതിൻ്റെ ചാർട്ട് നമ്മൾ വരച്ചിട്ടുണ്ട്. ഫങ്ഷണൽ ഓർഗനൈസേഷൻ്റെ ചാർട്ട് രണ്ട് രീതിയിലുള്ളത് നമ്മൾ ഇതിനു മുമ്പേയുള്ള വീഡിയോയിൽ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? പിരമിഡ് ഷേപ്പ്ഡ് ആണ്. മാനേജിംഗ് ഡയറക്ടർ, അയാളിൽ നിന്ന് താഴോട്ടേക്ക് അധികാരം പോകുന്ന വിഭാഗം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പിരമിഡ് ഷേപ്പ്ഡ്. എന്നാൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്? ഷേപ്പ്ലെസ്. ഇവിടെ പ്രത്യേകമായ ഒരു ഷേപ്പ് ഇല്ല എന്ന് പറയാവുന്നതാണ്. ഇറ്റ് ഈസ് അൺചാർട്ടബിൾ. ഇത് ചാർട്ട് ചെയ്യുവാൻ സാധ്യമല്ല. ഇതിൻ്റെ ഷേപ്പ് ചാർട്ടബിൾ അല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധ്യമാണ്. അതാണ് വ്യത്യാസം. ആറാമത്തെ വ്യത്യാസം ശ്രദ്ധിക്കുക. ദി റിലേഷൻഷിപ്പ് ഓഫ് പീപ്പിൾ ഹിയർ ഈസ് ഇംപേഴ്സണൽ. ഔപചാരികമായ സംഘടനയുടെ കാര്യത്തിൽ ആളുകൾ തമ്മിലുള്ള ബന്ധം എന്താണ്? ഇംപേഴ്സണലാണ്, വ്യക്തിപരമായ ഒന്നല്ല. അധികാര ഉത്തരവാദിത്ത ബന്ധമാണ് ഇവിടെ. അതിനെ ഇംപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്നാണ് പറയുക. ബട്ട് ഇൻ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ദ റിലേഷൻഷിപ്പ് ഹിയർ ഈസ് ഇന്റർപേഴ്സണൽ. ഹിയർ റിലേഷൻഷിപ്പ് ഈസ് ഇന്റർപേഴ്സണൽ. വ്യക്തിയും തമ്മിലാണ് ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ ബന്ധം എന്ന് പറയുന്നത്. അഥവാ വ്യക്തിപരമായിട്ടുള്ള ബന്ധമാണ് അനൗപചാരികമായിട്ടുള്ള സംഘടനയിൽ ഉണ്ടാവുക. സെവന്ത്, ഇൻ ഫോർമൽ ഓർഗനൈസേഷൻ ആക്ടിവിറ്റീസ് ആർ സ്പെസിഫൈഡ്. ഔപചാരിക സംഘടനയിൽ പ്രവർത്തനങ്ങൾ സ്പെസിഫിക് ആയിരിക്കും. ഓരോ ജീവനക്കാരനും ചെയ്യേണ്ട ജോലികൾ എന്തൊക്കെയാണ് അത് വ്യക്തമായിട്ടുള്ള ഒന്നായിരിക്കും ഫോർമൽ ഓർഗനൈസേഷനിൽ. എന്നാൽ ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ എന്താണ്? ദർ ആർ നോ സ്പെസിഫിക് ആക്ടിവിറ്റീസ്. ഒരിക്കലും തന്നെ അത്തരം വ്യക്തമാക്കപ്പെട്ട മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട പ്രവർത്തനങ്ങൾ
ഒന്നും തന്നെ അനൗപചാരിക സംഘടനയിൽ ഉണ്ടാവില്ല. അതാണ് മറ്റൊരു വ്യത്യാസം. These are the important differences between formal organization and informal organization. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.